ഞാൻ ഈ പറയുന്നത് ജീവിക്കാൻ വേണ്ടി ഗറാഷ് നടത്തുന്നവരോടല്ല, വളരണം എന്ന ആഗ്രഹത്തോട് ഗറാഷ് നടത്തുന്നവരോട് വേണ്ടിയിട്ടാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട ഫ്രണ്ട്സ് ഓട്ടോമൊബൈൽസാണ് നമ്മുടെ അനീഷിൻ്റെ ഓട്ടോ റിപ്പയർ ഗറാഷാണ്. ടൂൾ വണ്ടി പൊതുവെ ഓട്ടോ റിപ്പയർ ഗറാഷുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, എങ്കിലും നമ്മുടെ പഴയ കസ്റ്റമറിൽ അപൂർവം നിലനിർത്തി പോകുന്ന ഒരു കസ്റ്റമറാണ് അനീഷ്. അപ്പോൾ അദ്ദേഹം ആയിട്ട് ഇന്നലെ സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളി തുടങ്ങിയ കാലഘട്ടങ്ങൾക്ക് ഡീസൽ ഓട്ടോ അധികം പേര് പണിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റബിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിരുന്നു, ഡിമാൻഡ് ഉള്ളതുകൊണ്ട്. പിന്നീട് മറ്റുള്ള ഗറാഷുകൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ ആദ്യം തന്നെ ചെയ്തത് വർക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ലേബറിനേക്കാളും അല്ലെങ്കിൽ ഇവരുടെ എമൗണ്ടിനേക്കാളും കുറവ് അവർ സ്റ്റാർട്ട് ചെയ്തു. ഇവർ 100 പണിത് അവർ 80 വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരും 80 പണിയാൻ ബാധ്യസ്ഥരായി. പക്ഷേ ഇവർ 80 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ 50 കുറച്ചു. അപ്പോൾ അതൊരു ഹെൽത്ത് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനായിട്ട് മാറി. വില കുറച്ച് ഇത് എവിടേക്ക് പോകും? അവസാനം ആർക്കും ഒന്നുമില്ലാത്ത ഒരു ഘട്ടം എത്തിയപ്പോൾ രണ്ട് വീട്ടിൽ തമ്മിലുള്ള മത്സരം ഇല്ലാണ്ടായി. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ നമ്മളോട് ഒരുത്തം വില കുറച്ച് കോമ്പീറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവന് ചിലവ് കുറവാണെങ്കിൽ അവനെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ അതേ സ്റ്റാൻഡിൽ പിടിക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ റേറ്റ് അവരേലും കൂട്ടുക. അതായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പം എന്താ വെച്ചാൽ ബ്രോക്കായിട്ടും ചീപ്പായിട്ടുള്ള കുറേ കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്ത് നിന്ന് പോകും. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ സെയിൽ പോകും, അതൊക്കെ പോകും. ഇത് ഒന്നും പോവില്ല. നിങ്ങളൊന്നും കൂടി പെർഫെക്റ്റ് ആവും. ഇത് ഏകദേശം ചെയ്ത് കാണിക്കുന്നതാണ് നമ്മുടെ കമ്പനി ഇപ്പം എത്രയോ കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്തിട്ടും സെയിലിന് യാതൊരു കുറവുമില്ല. വളർച്ച പതുക്കെ ആയിരിക്കും, പക്ഷെ അത് സ്ഥിരമായിരിക്കും. മനസ്സമാധാനം ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ കാര്യം.